ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴവും കുറച്ച് പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്കയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പാൽവാഴക്ക എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കാഷ്യൂവും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി പഴം ഒന്ന് കുക്കായി വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ആ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പഴം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 280 ml കപ്പിലാണ് പാലെടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. പാലിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് ചവ്വരി ഞാനിവിടെ ഒന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അതതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിവിടെ ചവ്വരിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി പാലെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ പാലെല്ലാം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ചുകൂടെ പാലൊന്ന് തിക്കായിട്ട് വരും. ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ബാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പാൽവാഴയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു നേന്ത്രപ്പഴവും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.